നമ്മളിന്ന് ചെറിയതായിട്ടൊരു ട്രിപ്പ് പോവാണ്. ബ്രിസ്ബൻ പോകണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3-3.5 മണിക്കൂർ ദൂരമാണ് ബ്രിസ്ബനിലേക്ക്. അപ്പോൾ അവിടെ പോകണം. അത് കഴിഞ്ഞിട്ട് അനിയച്ചാരുടെ വീട്ടിലൊന്ന് വിസിറ്റ് ചെയ്യണം. അതാണ് ഉദ്ദേശം. ഫസ്റ്റ് ടാസ്ക് ബ്രിസ്ബനിലെ സൗത്ത് ബാങ്ക്സിലേക്ക് പോകാനായിരുന്നു. സൗത്ത് ബാങ്ക് എന്നാണോ സൗത്ത് ബാങ്ക്സ് എന്നാണോ പറയണതെന്ന് അറിയില്ല. അങ്ങോട്ടേക്ക് പോകാനായിരുന്നു. പോണ വഴിക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. ആ കാഴ്ചകളൊക്കെ വീഡിയോയിൽ പകർത്തി. അവിടെയുള്ള ഹോസ്പിറ്റൽസൊക്കെ വളരെ 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 എൻ്റെ അമ്മോ ഒന്നും പറയാനില്ല, അത്രയ്ക്കും മാസീവ് സൈസുള്ള ഹോസ്പിറ്റൽസ് ആയിരുന്നു. നമ്മുടെ ഇവിടെയുള്ള ചെറിയ ചെറിയ ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ എല്ലാ എമർജൻസീസും ഹെലികോപ്റ്റർ വഴി ഈ ഹോസ്പിറ്റൽസിലൊക്കെയാണ് എത്തിക്കാറുള്ളത്. അതുവഴി നമ്മുടെ ലണ്ടൻ ഐ ഇല്ലേ, അതുപോലെ ഇവിടെയും ഉണ്ട്. ബ്രിസ്ബനിലും ഒരു വീലുണ്ട് അവിടെ. നമുക്ക് പക്ഷേ ബ്രിസ്ബൻ സൗത്ത് ബാങ്ക്സ് ഒന്നും അധികം എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അനിയൻ്റെ വീട്ടിൽ പോകണം എന്നുള്ളതായിരുന്നു മെയിൻ ടാസ്ക്. പിന്നെ പിള്ളേരെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി അവിടെ ചില കൂട്ടുകാർ പറഞ്ഞു സൗത്ത് ബാങ്കിൽ നല്ല രസമാണ്, പിള്ളേർക്ക് ഫ്രീ ആയിട്ട് ഒരു ആർട്ടിഫിഷ്യലി മെയ്ഡ് ചെയ്ത ചെറിയ വാട്ടർ അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു മിനി വാട്ടർ പാർക്കും അതുപോലെ തന്നെ മിനി സ്വിമ്മിങ്, അതായത് ഒരു ബീച്ച്, ആർട്ടിഫിഷ്യലി മെയ്ഡ് ബീച്ചൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അത്യാവശ്യം എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഞങ്ങളിത് ഒക്ടോബറിലാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ അവിടെ അത്യാവശ്യം വാട്ടർ നല്ല കോൾഡായിരുന്നു. അതുകൊണ്ട് അവർ ഒത്തിരി നേരം ആ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയില്ല. നവംബർ ഡിസംബർ സമയത്തൊക്കെ ഇവിടെ ഓസ്ട്രേലിയയിൽ ആ സമയത്തൊക്കെയാണ് അത്രയും പീക്ക് ചൂട് വരുന്നത്. നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ആ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല 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 ഹോട്ടായിരിക്കും. പിള്ളേർക്കൊക്കെ വെള്ളത്തിൽ കിടന്ന, നമുക്ക് വരെ വെള്ളത്തിൽ കിടന്നാൽ മതി എന്നായിരിക്കും, അത്രയും ചൂടാണ്. കുറച്ച് നേരം അവിടെ മാത്രം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് അവിടെ ഓരോടത്തേക്കും പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം അനിയൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം പിറ്റേ ദിവസം അവരുടെ വീടിൻ്റെ അടുത്ത് ബൊന്യ മൗണ്ടൻസ് എന്ന് പറയുന്ന ഒരു മൗണ്ടൻസിലേക്ക് പോയി. നമ്മുടെ നാട്ടിൽ വയനാട്ടിലൊക്കെ ഇങ്ങനെ ചുരം കയറി പോകത്തില്ലേ, അതുപോലൊരു അനുഭവമായിരുന്നു. അങ്ങോട്ട് പോയാലുണ്ടല്ലോ ആച്ചി കാലില് മുള്ളു കയറി. ഇല്ലാതെ ഉള്ളൊരു സ്ഥലം കണ്ടില്ലേ, അതുപോലെയാണ് സൺഷൈൻ കോസ്റ്റിലോട്ട്. ഈ റോട്ടിൽ കൂടെ സൺഷൈൻ കോസ്റ്റ് പോണം. ആച്ചുവേ പേടിയാണ്. ഇങ്ങോട്ട് നോക്കി ക്യാമറയിലോട്ട് എല്ലാവരും, ഞങ്ങളെല്ലാവരും ഇതിലോട്ട് നോക്ക്, ക്യാമറയിലോട്ട്. കേശു ആച്ചി നോക്ക്, നോക്കാൻ പറഞ്ഞത്. മോളില് റിസോർട്ടുകളാ. ഈ ബുന്യ മൗണ്ടൻസ് എന്ന് പറയുന്നത് ഡാൽബി, ടൂംബ അതിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഡാർലിംഗ് ഡൗണിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു മൗണ്ടൻസ് ആണ്. ഇതൊരു നാഷണൽ പാർക്കാണ്. ഇവിടെ ബൊന്യ പൈൻ എന്ന് പറയുന്ന ട്രീസ് ഒത്തിരി 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 ഉണ്ട്. ഒരു പ്രത്യേകത ഉള്ള ഒരു ട്രീ ആണ്. അതിൻ്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് നമ്മളൊരിക്കും ലീഫാണെന്ന്, ലീഫ് കം സ്റ്റെമ്മാണ് കാണുന്നത്. കംപ്ലീറ്റ് മുള്ളു മാത്രമുള്ളൊരു ചെടിയല്ല, വലിയൊരു ആനമരം, നമ്മുടെ അത്രയ്ക്കും പൊക്കമുള്ള ഒരു പടുകൂറ്റൻ മരം. അതാണ് ഇവിടെ ഈ മൗണ്ടൻസിൽ ഒരു ഭൂരിഭാഗം ഉള്ള മരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു മൗണ്ടൻസിൻ്റെ ആ പീക്കിലേക്ക് നമ്മൾ പോകണേ. പക്ഷെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കതൊരു മൗണ്ടൻ ആയിട്ടേ തോന്നത്തില്ല. അതിൻ്റെ മുകളിൽ നമുക്ക് കോട്ടേജസും ചെറിയ കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതലായിട്ടും ഇവിടെ ആളുകൾ വരുന്നത് ക്യാമ്പിങ്ങിനും ട്രെക്കിങ്ങിനും അതുപോലെ തന്നെ വാക്കിംഗ് ട്രാക്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ആളുകൾ വരുന്നത്. ഇതാണ് ആ ബൊന്യ ട്രീ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലീഫ് പോലെ തോന്നുന്നത് ലീഫല്ല കേട്ടോ, ലീഫ് കം സ്റ്റെമ്മാണ്. അത് അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനം. അതെങ്ങാനും കയറി നമ്മുടെ മുരിക്കുമുള്ളി കയറി എന്ന് പറയില്ലേ, അതുപോലെ ട്രീയിൽ ആർക്കും കയറാൻ പറ്റില്ല. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെമ്മാണ്.
അതെങ്ങാനും മേത്ത് കുത്തിക്കൊണ്ട എന്തായാലും മരിക്കുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും സ്ട്രോങ്. പിന്നെ തികച്ചും ഫണ്ണായിട്ടുള്ളൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബേർഡ് ഫീഡിങ് ആയിരുന്നു. കുറച്ച് വൈൽഡ് ബേർഡ്സ്, അതായത് ആ മൗണ്ടെയ്ൻസിൽ ആ നാഷണൽ പാർക്കിലുള്ള ബേർഡ്സ് ആണ്. റോസെല്ലാസ്, ഓസ്ട്രേലിയൻ കിങ് പാരറ്റ്സ്, പിന്നെ ഒരു വൈറ്റ് ബേർഡ് ഉണ്ട്. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ബേർഡാണ്. എനിക്ക് പക്ഷേ എൻ്റെ പേര് അറിഞ്ഞൂടാ. എത്തിപ്പോയി ആച്ചി, എത്തിപ്പോയി. ആച്ചിക്കും കൊടുക്കടാ അങ്ങനെ. അടിപൊളി. ഹലോ ഹലോ തത്തക്കുട്ടി, വേണ്ട കുത്തട കുത്തട, അത് തിന്നടാ ആച്ചിടാ. ആ എന്റെ അമ്മോ, അത് വന്നിരിക്കല്ലേ. ഞാൻ പറഞ്ഞ വൈറ്റ് ബേർഡ് ഇതാണ്. ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബേർഡാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്തോ 60,000-65,000 രൂപ വരുമെന്നാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. അവിടെ നിന്ന് പിന്നെ നമ്മൾ ടൂംബ സിറ്റിയിലേക്കാണ് പോയത്. ടൂംബ സിറ്റിയിലേക്ക് പോണ വഴി എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ കോയമ്പത്തൂർ, തമിഴ്നാട് ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ ഭയങ്കര വരണ്ട് കിടക്കുന്ന സ്ഥലത്തിൽ കൂടെയൊക്കെ പോയില്ലേ, അതുപോലെയായിരുന്നു. ഞാനവിടെ കണ്ടിട്ട് അയ്യോ എനിക്ക് ടൂംബയിലൊന്നും പിന്നീടത്തേക്ക് ഒരിക്കലും വരണ്ടേ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഇവിടെ സ്ഥലത്തിൻ്റെ ഒരു പ്രകൃതി, ആ ഒരു പ്രകൃതിയുടെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര ക്വിക്കാണ്. നമ്മളിത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അയ്യോ ഇവിടേക്ക് എന്തൊരു വിജനാണ് എന്ന് വരെ ഞാൻ വിചാരിച്ചു. പക്ഷേ ടൂംബ സിറ്റിയിലേക്ക് നിന്ന് കഴിഞ്ഞപ്പോൾ കഥ മാറി. കംപ്ലീറ്റ് വേറെ ഏതൊരു ലോകത്തിലേക്ക്, അതായത് വേറൊരു സ്ഥലത്തേക്ക് ചെന്ന പോലെ എനിക്ക് തോന്നിയത്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇടുക്കി എന്ന് പറയുന്ന ഇടുക്കിക്കൊരു ഒരു പ്രത്യേകത ഉണ്ടാവും. എല്ലായിടത്തും ഏകദേശമൊക്കെ ഒരുപോലെ ആയിരിക്കും. അതുപോലെ തന്നെ എറണാകുളം എന്ന് പറയുമ്പോൾ എറണാകുളത്തിന് ഒരു പ്രത്യേകത ഉണ്ടാവും. എല്ലായിടത്തൊക്കെ ഒരേപോലെയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇവിടെ അങ്ങനെയല്ല. ഒരു ഏരിയയിൽ വളരെ വ്യത്യസ്തമായിട്ട് തോന്നും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് ചെന്ന് കഴിയുമ്പോൾ എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. അതായത് സെയിം സ്റ്റേറ്റ് തന്നെ, സെയിം ഏരിയ തന്നെയാണ് ഈ പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതിൻ്റെ അത്രയും ഒരു ചേഞ്ച് തോന്നി ഞങ്ങൾക്ക്. ഓരോരോ കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും വ്യത്യാസം വരുന്നത്. എന്താ പറഞ്ഞ ടൂംബയിൽ നീ സെറ്റിലായനോ? ടൂംബയിൽ സെറ്റിലാകാൻ ക്ലൈമറ്റ് വൈസ് നമ്മളിപ്പോൾ അയർലൻഡിൽ നിന്ന് ഇവിടെ തണുപ്പിനെ പേടിച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ടൂംബ ഈസ് ജസ്റ്റ് ലൈക്ക് സിമിലർ ടു മതി മലയാളത്തിൽ പറഞ്ഞാൽ മതി. ടൂംബ ഇവിടെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ഇവിടെ ഇപ്പോഴും മൈൽഡ് ഒരു കോൾഡ് ഉണ്ട്. ഇന്ത്യയാണ്. തണുപ്പ് ആഗ്രഹിക്കുന്നവർക്ക് ഓഫ് കോഴ്സ് ബെറ്റർ പ്ലേസ് അല്ലേ? നല്ല സ്ഥലം കേട്ടോ. ടൂംബ അടിപൊളി സ്ഥലമാണ്. പക്ഷെ തണുപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ നിൽക്കാം. തണുപ്പ്. എയർപോർട്ട് ഡൊമസ്റ്റിക് ആണോടാ? എയർപോർട്ട് ഡൊമസ്റ്റിക് ആണ്. ഇപ്പോൾ ഇനി നെക്സ്റ്റ് ഇയറോ അതിന് കഴിഞ്ഞിട്ടുള്ള ഇയറിലോ എന്തോ ഇന്റർനാഷണൽ ആവുമെന്ന് പറയുന്നു. അപ്പോൾ കുറച്ചും കൂടി ഇവിടെ തിരക്കാവും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ളൊരു നല്ലൊരു റീജിയണൽ ടൗൺ ആണ് ടൂംബ. നല്ലത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിടിക്കാമോ മോനെ? മോനെ 1.5 മണിക്കൂറുള്ള എടാ പിടിച്ചേടാ. ബ്രിസ്ബനിൽ 1.5 മണിക്കൂറുള്ളൂ. ഫ്ലവർ ഷോ, കാർണിവൽ ഓഫ് ഫ്ലവേഴ്സ് എത്ര നേരം വരെ, എത്ര മണി വരെയാ? 5 o'clock വരെയാണ്.
പക്ഷെ ഇവന്റ് ക്ലോസ് ചെയ്യും. പക്ഷെ നമുക്ക് ഗാർഡനിൽ ആ പാർക്കിലേക്ക് കയറാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ ഈ ഫ്ലവർ ഷോ എന്ന് പറയുന്ന ഒരു കാർണിവലായിട്ട് അവർ ഒത്തിരി ആഘോഷകരമായിട്ട് നടത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആ ഒരു ഇവൻറ്റ് ക്ലോസ് ആയി പോയായിരുന്നു. കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. പല സ്റ്റേറ്റുകളിൽ നിന്ന് ഈ ഒരു ടൈം ആകുമ്പോഴേ ടൂമ്പിലേക്ക് ആളുകൾ എത്താറുണ്ടെന്നാണ് കേട്ടത്. ഊട്ടിയില് വേറൊരു ഗാർഡൻ ഉണ്ടല്ലോ, എന്തായിരുന്നു എന്റെ പേര്? റോസ് ഗാർഡനോ? ആ ഇവൻറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ചന്തായന കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ അയർലൻഡിലായിരുന്നപ്പോഴും നമ്മൾ ഇപ്പോൾ റോസ് ഗാർഡനിലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന ഒരു ഫീല് നമുക്ക് തോന്നിയുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ ടൂംബ സിറ്റിയിലേക്ക് വന്നു. ഈ പാർട്ടാണ് എനിക്ക് നന്നായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചേഞ്ച്, പെട്ടെന്നൊരു മാറ്റം പ്രകൃതിക്ക്. ഈ നമ്മുടെ ഇടുക്കിയില്ലേ, ഇടുക്കി ബസ് സ്റ്റാൻഡിലോട്ടൊക്കെ നമ്മൾ പോവില്ലേ, ആ ഒരു ഫീല് നമുക്ക് എനിക്ക് ആ ഒരു ഇറക്കമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ അവിടെ ഒരു വലിയൊരു ഷോപ്പിംഗ് മോളുണ്ട് ടൂംബയിൽ. നമ്മളവിടെ ചെന്നു. അവിടെ നിന്ന് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പിന്നെ തിരിച്ചു പോന്നു. അപ്പോഴേക്കും ഒരു 7-7:30 മണിയായിരുന്നു. എടോ ഒന്നും പറയാനില്ലല്ലോ. അവിടെ ഒരാൾ വന്നിരിപ്പ, ഇവിടെ ഒരൊറ്റ മനുഷ്യനില്ലല്ലോ അവിടെ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പിന്നെ വേറെ പ്രത്യേകിച്ചൊരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം അവരോട് ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. പിന്നെ ബ്രിസ്ബനിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോയി. കാരണം അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാനായിട്ട്, കടയിലൊക്കെ പോകാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിസ്ബനിലേക്ക് പോയി. പിന്നെ അവിടെ നമ്മൾ വേറൊരു സ്ഥലം കൂടെ പോയായിരുന്നു. ഇനി അത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്രാവശ്യത്തെ വീഡിയോ. കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം.